കഥയെ ആരംഭിക്കുന്നത് അന്ന എന്ന യുവതിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. അന്ന അന്ന് തന്റെ അമ്മയുമായി സംസാരിക്കുകയായിരുന്നു. അമ്മ അന്നയോട് വൈകാതെ വിവാഹം കഴിക്കാനൊക്കെ പറഞ്ഞ് നിർബന്ധിക്കുന്നുണ്ട്. പക്ഷേ അന്നയ്ക്ക് അതിലൊന്നും അത്ര വലിയ താല്പര്യമൊന്നും വന്നു തുടങ്ങിയിട്ടില്ല. അന്ന ഇപ്പോൾ ഒരു കമ്പനിയിൽ മാനേജർ പൊസിഷനിൽ ജോലി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവളുടെ കരിയറിൽ അവൾ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു മാരേജ് അത് കുളമാക്കുമോ എന്നൊക്കെ അവൾ ഭയപ്പെട്ടിരുന്നു. അന്ന തന്റെ കരിയറിൽ വളരെ സക്സസ്ഫുൾ ആയി മുമ്പോട്ട് പോകുന്ന വ്യക്തിയാണ്. അവളൊരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയിലായിരുന്നു ജോലി നോക്കുന്നത്. വളരെ സ്ട്രിക്റ്റ് ആയി കാര്യങ്ങളൊക്കെ നേരെ പോ എന്ന രീതിയിൽ ചെയ്യുന്ന വ്യക്തിയായതുകൊണ്ട് അവളുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് അവളോട് അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്തിനേറെ പറയുന്നു, അവളുടെ അസിസ്റ്റന്റ് സനയുടെ പേര് പോലും അവൾ പലപ്പോഴും ഓർക്കാറ് പോലുമില്ല. ആ ഒരു സമയത്താണ് സ്ലോവാക്യക്കാരൻ മേഡിഷ് എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്ററുമായി അവരുടെ റിയൽ എസ്റ്റേറ്റ് കമ്പനിക്ക് ഒരു ഡീല് വരുന്നത്. മേഡിഷിന് വലിയൊരു റിസോർട്ട് തുടങ്ങാൻ ഒരുപാട് സ്ഥലം ആവശ്യമുണ്ട്. അന്ന അതിനുവേണ്ടി കുറെ സ്ഥലങ്ങൾ മേഡിഷിന് കാണിച്ചെങ്കിലും മേഡിഷ് ഒന്നിലും അങ്ങ് കൺവിൻസ് ആവുന്നുണ്ടായിരുന്നില്ല. ഈ കാര്യങ്ങളൊക്കെ കമ്പനിയുടെ സിഇഒ ആയ അയിന നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അയിന പിന്നാലെ അന്നയെ കോൾ ചെയ്തു. മേഡിഷിനൊപ്പം ഒരു പ്രൊജക്ട് ചെയ്യാൻ പറ്റിയാൽ അത് വലിയ അച്ചീവ്മെന്റ് ആയിരിക്കും. അതുകൊണ്ട് സീരിയസ് ആയി ഈ വിഷയം കൈകാര്യം ചെയ്യണം എന്നയിന അന്നയോട് പറഞ്ഞു. പിന്നാലെ എന്നെ സനയെ വിളിച്ച് മേഡിഷ് അപ്രൂവ് ചെയ്തതും അല്ലാത്തതുമായ സൈറ്റുകൾ ഫിൽട്ടർ ചെയ്തെടുക്കാൻ ആവശ്യപ്പെട്ടു. ആ ദിവസം തന്നെയായിരുന്നു അന്നയുടെ ബോയ്ഫ്രണ്ട് ബൗഡൻ അന്നയെ വിസിറ്റ് ചെയ്യുന്നത്. ആളൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്. പലപ്പോഴും ലൈവ് ഒക്കെ പോവാറുമുണ്ട്. അടുത്ത ദിവസം അവരുടെ പ്രണയത്തിന്റെ 100ാം ദിനമാണ്. അതുകൊണ്ട് ബൗഡൻ ചില കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിരുന്നു. ഒന്നിച്ച് ഒരു ഹോട്ടലിൽ വെക്കേഷൻ ചെലവഴിക്കുക, ഒപ്പം ഒരു യോഗ ക്ലാസ്സും അറ്റൻഡ് ചെയ്യുക. ആദ്യമൊന്നും എന്നെ സമ്മതിച്ചില്ലെങ്കിലും ബൗഡൻ കുറെ പറഞ്ഞപ്പോ അന്നെ അതിന് ഓക്കെ പറഞ്ഞു. പക്ഷേ പെട്ടെന്നൊന്നും അവൾക്ക് പുറപ്പെടാൻ പറ്റില്ല, പാക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ബൗഡനോട് പൊക്കോളാനും അടുത്ത ദിവസം താൻ വന്നു ചേർന്നോളാം എന്നും അന്നെ അറിയിച്ചു. അതിനെ തുടർന്ന് അന്ന അസിസ്റ്റന്റായ സനയ്ക്കടുത്ത് ചെന്ന് ആ ഹോട്ടലിൽ തനിക്കൊരു റൂം ബുക്ക് ചെയ്യാനും അങ്ങോട്ടേക്ക് പോവാൻ ടാക്സിയും ട്രെയിൻ ടിക്കറ്റും അറേഞ്ച് ചെയ്യാനും ആവശ്യപ്പെട്ടു. സനയാകട്ടെ ആ സമയം അന്ന് വൈകിട്ട് തനിക്കൊരു ബാച്ചിലർ പാർട്ടി ഉണ്ടെന്നും അതിന് പൊക്കോട്ടെ, കുറച്ച് നേരത്തെ ഇറങ്ങിക്കോട്ടെ എന്ന് ചോദിച്ചു. നിന്റെ ജോലി പൂർണ്ണമായി തീർത്താൽ നിനക്ക് എപ്പോ വേണമെങ്കിലും പോകാം എന്നായിരുന്നു അന്നയുടെ മറുപടി. സമയം രാത്രിയായി. സനയുടെ ജോലി രാത്രിയായിട്ടും കഴിഞ്ഞിരുന്നില്ല. സനയുടെ കൂട്ടുകാരാണെങ്കിൽ അവളെ ഒരുപാട് വെയിറ്റ് ചെയ്ത് കാണാതെ അവളെ കോൾ ചെയ്തു. സനയാകെ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. അന്നയോട് സനയ്ക്ക് വല്ലാത്ത വിദ്വേഷം തോന്നി. അവൾക്കൊരു പണി കൊടുക്കാൻ വേണ്ടി അന്ന ബുക്ക് ചെയ്യാൻ പറഞ്ഞ ഹോട്ടലുണ്ടല്ലോ അതൊക്കെ മാറ്റി ഒറ്റപ്പെട്ട ഗ്രാമപ്രദേശത്ത് കുന്നിൻ മുകളിലുള്ള ഒരു ചെറിയ താമസ സ്ഥലവും അങ്ങോട്ടേക്കുള്ള ടാക്സി സൗകര്യവും ട്രെയിനുമൊക്കെ സനയങ്ങ് ബുക്ക് ചെയ്തു. അടുത്ത ദിവസം ഇതൊന്നും അറിയാതെയായിരുന്നു അന്നെ യാത്ര തുടങ്ങിയത്. അവളൊടുവിൽ കാർപ്പറ്റ എന്ന പേരുള്ള ചെറിയൊരു റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. എങ്ങോട്ട് പോകണം എന്നന്നയ്ക്ക് ഒരു പിടുത്തവുമില്ല. ആ സമയത്താണ് ഒലഗ് എന്ന് പറഞ്ഞ വ്യക്തി അവിടെ അവളെ സ്വീകരിക്കാൻ തന്റെ വണ്ടിയുമായി നിൽക്കുന്നത് അവൾ കണ്ടത്. അവൾ ഒലഗിന്റെ അടുത്തേക്ക് എത്തി. അതൊരു ഓഫ് റോഡ് വെഹിക്കിൾ ആയിരുന്നു. ആ വെഹിക്കിൾ അടക്കം കണ്ട് അന്ന അല്പം അതിശയിക്കുന്നുണ്ട്. എന്തായാലും മുമ്പിൽ മറ്റു വഴിയില്ലാതെ അന്ന ആ വണ്ടിയിൽ കയറി. അവർ യാത്ര തുടങ്ങി. ഓഫ് റോഡിലൂടെയാണ് യാത്ര മുഴുവൻ. അന്നയാണെങ്കിൽ വല്ലാതെ ഫ്രസ്ട്രേറ്റഡ് ആവുന്നുമുണ്ടായിരുന്നു. ഇതേസമയം മറുവശത്ത് ഇതൊന്നും അറിയാതെ അന്നയുടെ ബോയ്ഫ്രണ്ട് ആകട്ടെ ഹോട്ടലിൽ അറേഞ്ച്മെന്റുകൾ ഒക്കെ നടത്തി ഒരു റൊമാൻറ്റിക് വീക്കെൻഡ് ചിലവിടാൻ കാത്തിരിക്കുകയായിരുന്നു. സന്ധ്യയോടെ ഒലഗ് അന്നയെ അവന്റെ അടുക്കൽ ഏൽപ്പിച്ചിരുന്ന ലക്ഷ്യസ്ഥാനത്തെത്തിച്ചു. അതാകട്ടെ കുന്നിൻ മുകളിലുള്ള ചെറിയൊരു വീടുമായിരുന്നു. നല്ല രീതിയിൽ മഴക്കാറുണ്ട്, ഇടിവെട്ടുന്നുമുണ്ട്. ദേഷ്യത്തിൽ അന്ന സനയെ കോൾ ചെയ്യുകയാണ്. പക്ഷേ സന അന്നയുടെ സ്ട്രിക്റ്റായ ജോലിക്കും നടപടിക്കുമെതിരെ തന്റെ പ്രതിഷേധമായിരുന്നു ഇത് എന്ന മട്ടിലായിരുന്നു പറഞ്ഞത്. അന്നയോട് താൻ പ്രതികാരം വീട്ടിയതാണ് എന്നും സന കൂട്ടിച്ചേർത്തു. പിന്നാലെ അവിടെ ശക്തമായ മഴ പെയ്യാൻ തുടങ്ങി. അതോടെ അന്ന തന്റെ മുമ്പിൽ കണ്ട ആ ക്യാബിനിലേക്ക് കയറി. പക്ഷേ ആ ക്യാബിനകത്ത് നാസർ എന്ന പേരുള്ള ഒരു വ്യക്തി താമസിക്കുന്നുണ്ട് എന്നപ്പോൾ അന്നയ്ക്ക് അറിവുണ്ടായിരുന്നില്ല. അകത്തേക്കെത്തിയ അന്ന നാസറെ കണ്ടതും വല്ലാതെ പാനിക്കായി. നാസർ പറഞ്ഞു, ഇതെന്റെ വീടാണ്, ഞാനിവിടാണ് താമസിക്കുന്നത്. അന്നയ്ക്കാണെങ്കിൽ ഒരു പിടിയും കിട്ടുന്നില്ല. താനിവിടം ബുക്ക് ചെയ്തതാണെന്നും താമസിക്കാൻ വേണ്ടി വന്നതാണ് എന്നുമൊക്കെ പറഞ്ഞെങ്കിലും നാസർ അത് അംഗീകരിക്കുന്നുണ്ടായിരുന്നില്ല. നാസർ അന്നയെ വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള ശ്രമം ആരംഭിച്ചു. ആ സമയത്താണ് നാസറിന്റെ ആന്റിയായ മരീക്ക അങ്ങോട്ടേക്ക് എത്തുന്നത്. സംഭവം എന്തെന്നാൽ നാസർ പട്ടാളത്തിലാണ്. അതുകൊണ്ട് തന്നെ നാസർ ഇല്ലാത്ത സമയത്ത് മരീക്ക സുന്ദരമായ പ്രദേശത്തുള്ള ആ വീട് ഇന്റർനെറ്റിൽ റെന്റ് ഔട്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ ബുക്ക് ചെയ്യപ്പെട്ടാണ് അന്ന എത്തിയിരിക്കുന്നത്. നാസർ പട്ടാളത്തിൽ നിന്ന് വന്ന കാര്യം മരീക്ക അറിഞ്ഞിരുന്നുമില്ല. മരീക്ക തന്നെ കാര്യങ്ങൾ നാസറെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. തന്നെ ഇന്നൊരു രാത്രിയെങ്കിലും ഇവിടെ തങ്ങാൻ അനുവദിക്കണമെന്നും അടുത്ത ദിവസം പുലർച്ചെ താൻ നഗരത്തിലെ ഹോട്ടലിലേക്ക് പൊക്കോളാം എന്നന്നെയും പറഞ്ഞപ്പോ നാസർ മനസ്സില്ലാ മനസ്സോടെ സമ്മതിച്ചു. അങ്ങനെ അന്ന് രാത്രി അന്ന അവിടെ ചിലവിട്ടു.
പിറ്റേന്ന് പുലർച്ചെയായി. അന്ന എഴുന്നേറ്റ് വന്നു. അവൾ പുറപ്പെടാനിറങ്ങുകയാണ്. നാസർ അപ്പോൾ എക്സസൈസിലായിരുന്നു. അപ്പോഴാണ് നാസർ വന്ന വിവരം മനസ്സിലാക്കി അവിടുത്തെ ഗ്രാമത്തലവൻ അങ്ങോട്ടേക്ക് വന്നത്. അവൾ ഇറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും മരീക്ക എത്തിച്ചേർന്നിരുന്നു. എങ്ങനെയും അന്നയടുത്ത 3 ദിവസം കൂടി അവിടെ പിടിച്ചു നിർത്താൻ മരീക്ക ശ്രമിക്കുന്നുണ്ടായിരുന്നു. കാരണമില്ലെങ്കിൽ വാങ്ങിയ പണം തിരികെ കൊടുക്കേണ്ടി വരുമല്ലോ. അതാണെങ്കിൽ അവരുടെ പക്കലുമില്ല. പക്ഷേ അന്ന തനിക്ക് പണമൊന്നും വേണ്ട, തനിക്കിവിടെ നിന്ന് പോയാൽ മതി. ടാക്സി ഡ്രൈവർ ആ ഒലഗിന്റെ വീടൊന്ന് കാണിച്ചു തരാമോ? എനിക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാനാണ് എന്ന് അന്ന പറഞ്ഞു. മരീക്ക തന്നെ വഴിയും കാണിച്ചു കൊടുത്തു. അന്ന അങ്ങനെ അവിടെ നിന്നും ഒലഗിന്റെ വീട്ടിലേക്ക് എത്തുകയാണ്. ഒലഗിനടുക്കൽ തന്നെ റെയിൽവേ സ്റ്റേഷനിലാക്കാമോ, നല്ല പ്രതിഫലം തരാം എന്നൊക്കെ അന്ന പറഞ്ഞു. പക്ഷേ ഒലഗ് അത് കേട്ടിട്ടും പറ്റില്ല എന്നായിരുന്നു പറഞ്ഞത്. സംഭവം എന്തെന്നാൽ രാത്രിയിൽ കനത്ത മഴ പെയ്തല്ലോ. അവർ പോകുന്ന വഴിയിലൊക്കെ വലിയ വെള്ളക്കെട്ടും മറ്റുമാണ്. അങ്ങോട്ടേക്ക് ഇപ്പോൾ സഞ്ചരിക്കാൻ പറ്റില്ല. ഇങ്ങനത്തെ അവസ്ഥ വന്നാൽ 3 ദിവസത്തോളം എടുക്കും അതൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ. 3 ദിവസം അന്നയ്ക്ക് അവിടെ തുടർന്നേ പറ്റൂ. അന്നയുടെ ഫോണിന്റെ ചാർജും തീർന്നിരുന്നു. ഒടുവിൽ ഒലഗിന്റെ ഫോൺ വാങ്ങി തന്റെ കാമുകൻ ബൗഡനെ അന്ന കോൾ ചെയ്തു. ബൗഡനാകട്ടെ അന്ന വരുമെന്ന പ്രതീക്ഷയിൽ യോഗ ക്ലാസ്സിലൊക്കെ മൊത്തത്തിൽ അറേഞ്ച് ചെയ്തിരിക്കുകയായിരുന്നു. ആ സമയം അവിടെ റീല് ചിത്രീകരിക്കുന്ന 2 പേരെ അന്ന നോക്കിക്കണ്ടു. അന്ന കുട്ടികളുടെ അടുത്തേക്ക് ചെന്നു. ബൗഡൻ അന്ന എവിടെയാണുള്ളതെന്ന് ചോദിക്കുന്നുണ്ട്. അതിന്റെ ലൊക്കേഷൻ കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ ആ കുട്ടികളുടെ സഹായം അന്ന തേടി. ബൗഡൻ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് ആ കുട്ടികൾ കൃത്യമായ ലൊക്കേഷൻ അവന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. എന്തായാലും അന്ന തിരികെ നാസറിന്റെ വീട്ടിലേക്ക് തന്നെ തിരിക്കാൻ തുടങ്ങി. ആ വഴിയിൽ കഷ്ടപ്പെട്ട് മല കയറി മുകളിലെത്തി അന്നയ്ക്ക് കാണാൻ കഴിഞ്ഞത് അതിമനോഹരമായ ഒരു വ്യൂ ആയിരുന്നു. മേഡിഷിന്റെ പ്രൊജക്ടിന് പറ്റിയ ഗംഭീര സ്ഥലമാണല്ലോ അത് എന്ന് ആ നിമിഷം അവൾക്ക് തോന്നി. ഉടനടി അവൾ തന്റെ സിഇഒയെ വിളിച്ചു. ഐനയെ വീഡിയോ കോളിലൂടെ ആ ഇടവും അവൾ കാണിച്ചു കൊടുത്തു. ഐനയും ഇംപ്രസ്ഡ് ആയി. പക്ഷേ അത്തരത്തിൽ അവിടെ അങ്ങനെ ഒരു വലിയ പ്രൊജക്ട് തുടങ്ങണമെങ്കിൽ ലോക്കൽസിന്റെ പെർമിഷൻ വേണം. എങ്ങനെയെങ്കിലും അത് നേടിയെടുക്കാൻ ഐന അവളോട് നിർദ്ദേശിച്ചു. അധികം വൈകാതെ യാത്ര ചെയ്ത് അന്നയുടെ കാമുകൻ ബൗഡനാകട്ടെ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നിരുന്നു. അവിടെ നിന്നും ഒരു ടാക്സിയിൽ തന്നെ ഗ്രാമത്തിലേക്ക് എത്തിക്കാമോ എന്നവൻ അന്വേഷിച്ചെങ്കിലും വെള്ളപ്പൊക്കമായതുകൊണ്ടും മറ്റും അങ്ങോട്ടേക്ക് പോവാൻ പറ്റില്ലെന്നായിരുന്നു മറുപടി. ഒടുവിൽ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എടുത്ത് ധൈര്യത്തോടെ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ടേക്ക് പുറപ്പെടാൻ അവൻ തീരുമാനിച്ചു. യാത്ര ചെയ്തൊടുവിൽ കഷ്ടപ്പെട്ട് അന്ന നാസറിന്റെ വീട്ടിലേക്ക് മടങ്ങിയെത്തി. നാസറിനടുക്കൽ കാര്യങ്ങൾ പറഞ്ഞു. അടുത്ത 3 ദിവസത്തേക്ക് ഇവിടെ നിന്ന് പോവാൻ തനിക്ക് നിർവാഹമില്ല. നാസറിന്റെ വീട്ടിൽ തങ്ങാൻ അനുവദിക്കണം. പക്ഷേ നാസർ അതിന് തയ്യാറായിരുന്നില്ല. അന്നയ്ക്ക് ഒടുവിൽ നാസറിനെ ഭീഷണിപ്പെടുത്തേണ്ടി വന്നു. നാസറില്ലാത്ത സമയം മരീക്ക നാസറിന്റെ വീട് റെന്റ് ഔട്ട് ചെയ്ത കാര്യം ഞാനില്ലെങ്കിൽ വില്ലേജ് ചീഫിനെ അറിയിക്കും. അത് മരീക്കും നിങ്ങൾക്കും പ്രശ്നമാകും. അത് വേണോ അന്ന ചോദിച്ചപ്പോ ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ നാസർ അവളെ അവിടെ തങ്ങാൻ അനുവദിച്ചു. പിന്നീട് കുറച്ചു സമയം കഴിഞ്ഞപ്പോ നാസർ വീട്ടിലില്ലാതിരുന്ന സമയം സ്ലാക്ക എന്ന യുവതി അങ്ങോട്ടേക്ക് വന്നു. നാസറിനെ സ്ലാക്ക വൺ സൈഡായി പ്രണയിക്കുന്നുണ്ട്. നാസറിന് ഒരു കേക്ക് കൊടുക്കാനായിരുന്നു അവളുടെ വരവ്. അവിടെ അന്നയെ കണ്ടതും നാസറിന്റെ ഗേൾഫ്രണ്ട് ആവും അന്ന എന്നായിരുന്നു ആദ്യം അവൾ കരുതിയത്. പക്ഷെ അന്ന താനൊരു ടൂറിസ്റ്റ് ആണ് എന്ന കാര്യം അവളോട് വ്യക്തമാക്കി. പിന്നാലെ ആ പെൺകുട്ടി പോയി കഴിഞ്ഞപ്പോ അന്ന പുറത്തേക്കിറങ്ങി. അവൾ നേരെ പോയത് വില്ലേജ് ചീഫിനെ കാണാനായിരുന്നു. അവിടെ ഒരു എക്കോ ടൂറിസം പദ്ധതി ഡെവലപ്പ് ചെയ്യുന്നുണ്ടെന്നും തങ്ങളുടെ കമ്പനിക്ക് അതിൽ താല്പര്യമുണ്ട്, ഇവിടുത്തെ ജനങ്ങളുടെ പെർമിഷൻ അതിന് വേണം എന്ന മട്ടിൽ വില്ലേജ് ചീഫിനോട് സംസാരിച്ച് ജനങ്ങളുടെ പെർമിഷൻ വാങ്ങിയെടുക്കാനുള്ള ശ്രമം അന്നെ ആരംഭിച്ചു. പക്ഷെ അവിടെയുള്ളവരോട് താനീ ചെയ്യുന്ന പ്രവൃത്തി വലിയൊരു റിസോർട്ട് പ്രൊജക്ടിനാണ് എന്നവൾ പറഞ്ഞിരുന്നേയില്ല. മറുവശത്തെ നാസറാകട്ടെ ആന്റിയായ മരീക്കയെ കാണാൻ പോയതായിരുന്നു. നാസറിനെ കണ്ട മരീക്ക വിവാഹകാര്യത്തെപ്പറ്റി സംസാരിക്കാൻ തുടങ്ങി. നിന്റെ അവിടെ താമസിക്കാമെന്ന അന്നയില്ലേ, അന്നയെ തന്നെ നോക്ക്, എന്ത് സ്മാർട്ടാണ്, അവൾക്ക് നല്ല വിദ്യാഭ്യാസവുമുണ്ട്, അത്യാവശ്യം സമ്പന്നയുമാണെന്നാ തോന്നുന്നേ. അവളെപ്പോലൊരുത്തിയെ നീ കല്യാണം കഴിക്കണ്ടേ, വേണമെങ്കിൽ അവളെ തന്നെ നോക്കാൻ കേട്ടോ. അവരുടെ സംസാരം അങ്ങനെ തുടർന്നു പോയിക്കൊണ്ടിരിക്കെ നാസറിന്റെ വീട്ടിൽ നിന്നും പോന്നിരുന്ന സ്ലാക്ക അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നു. താൻ നാസറിന്റെ അടുത്ത് പോയിരുന്നു എന്ന് സ്ലാക്ക സന്തോഷത്തോടെ നാസറിനോട് പറഞ്ഞു. നാസറിനെ കണ്ടപ്പോഴുള്ള സന്തോഷം അവളുടെ കണ്ണുകളിൽ തന്നെ പ്രകടമായിരുന്നു. സ്കൂൾ മുതലേ സ്ലാക്ക നാസറിനൊപ്പം പഠിച്ചതാണ്. അന്നു മുതൽ അവൾ അവനെ പ്രണയിക്കുന്നുമുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും അവൾ അത് അവനോട് പറഞ്ഞിരുന്നില്ല. നാസറിന്റെ അടുത്ത് അന്നയെ കണ്ടതിൽ അവൾക്ക് ചെറിയ കുശുമ്പുമുണ്ടായിരുന്നു. അതിനെപ്പറ്റി അത്തരത്തിൽ അവൾ സംസാരിക്കുകയും ചെയ്തു. ഇതേസമയം വില്ലേജ് ചീഫിന്റെ സഹായത്തോടെ അവിടെയുള്ള മറ്റുള്ളവരെയൊക്കെ അന്ന പോയി കാണുകയായിരുന്നു. അവരുടെ അടുക്കൽ നിന്ന് റിസോർട്ട് പ്രൊജക്ടിനായുള്ള പെർമിഷൻ എക്കോ ടൂറിസം ഡെവലപ്മെന്റ് എന്ന രീതിയിൽ അവൾ വാങ്ങിയെടുക്കാൻ തുടങ്ങി.
അടുത്ത ദിവസം പുലർച്ചെ അന്ന ഉണർന്നത് തന്നെ നാസർ ഗാർഡനിലെ പുല്ലുവെട്ടുന്ന ശബ്ദം കേട്ടിട്ടായിരുന്നു. അന്നയ്ക്കാണെങ്കിൽ വീണ്ടും ഉറങ്ങണമെന്നുണ്ട്. നാസറിനോട് അന്ന അതിനെപ്പറ്റി സംസാരിച്ചു. പക്ഷേ നാസറിന് ഒരു കൂസലുമുണ്ടായിരുന്നില്ല. തന്റെ വീട്ടിലെ പുല്ലുവെട്ടാൻ തനിക്കാരുടെയും പെർമിഷൻ വേണ്ട എന്നായിരുന്നു നാസർ പറഞ്ഞത്. അന്ന ആകെ ദേഷ്യത്തിലായി. അന്ന് പിന്നീട് ചീഫിനൊപ്പം അന്ന പോയത് സ്ലാക്കയുടെ ഫാമിലേക്കായിരുന്നു. അവിടെ തേനീച്ച വളർത്തലും മറ്റുമുണ്ട്. സ്ലാക്കയുടെ അച്ഛനടുക്കൽ അന്നയ്ക്ക് സംസാരിക്കാനായി. വരാൻ പോകുന്ന എക്കോ ടൂറിസം ഡെവലപ്മെന്റിനെ പറ്റിയും മറ്റു കാര്യങ്ങളുമൊക്കെ അന്ന വിശദീകരിച്ചു. ഒരു തരത്തിൽ അദ്ദേഹത്തിന്റെയും പെർമിഷൻ അന്ന വാങ്ങിയെടുത്തു. പിന്നീട് നാസർ വീട്ടിലേക്ക് വന്നപ്പോ കണ്ടത് അന്ന സിഗരറ്റ് വലിച്ചു നിൽക്കുന്നതായിരുന്നു. നാസറിനത് തീരെ ഇഷ്ടപ്പെട്ടില്ല. അതിനെപ്പറ്റി നാസർ ചോദ്യം ചെയ്തു. തനിക്ക് വീട്ടിൽ ഫ്രഷ് എയർ ആണ് വേണ്ടത് എന്ന് പറഞ്ഞു. ഇത് വെറും ഈ സിഗരറ്റ് മാത്രമാണ് എന്നെ പറഞ്ഞെങ്കിലും നാസർ ദേഷ്യപ്പെട്ടതെടുത്ത് പുറത്തേക്ക് വലിച്ചെറിയുകയായിരുന്നു ചെയ്തത്. അതൊന്നും ഇവിടെ പറ്റില്ല എന്ന് നാസർ തീർത്തു പറഞ്ഞു. അടുത്ത ദിവസം അന്ന യോഗയൊക്കെ ചെയ്തുകൊണ്ടിരിക്കെ മരീക്ക തന്റെ പെറ്റ് ഗോട്ടുമായി ആ വഴി വന്നു. അവർ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി. നാസറായിരുന്നു സംസാരത്തിലെ പ്രധാന വിഷയം. ആ സമയം അന്ന പറഞ്ഞു, ഞാനും നാസറും പൂച്ചയും പട്ടിയും പോലെയാണ്. എല്ലാ കാര്യത്തിനും എപ്പോഴും ഒച്ചയെടുത്തുകൊണ്ടേയിരിക്കും. ആ സമയത്താണ് മരീക്ക നാസറിനെ പറ്റി പറയുന്നത്. നാസറിന്റെ കുട്ടിക്കാലത്തിലെ നാസറിന്റെ പേരൻസ് മരണപ്പെട്ടതാണ്. പിന്നീട് മരീക്കയായിരുന്നു നാസറിനെ നോക്കി വളർത്തിയത്. നാസറിന്റെ ഫ്യൂച്ചറിനെ പറ്റി ഓർത്ത് മരീക്കക്ക് ആശങ്കകളുണ്ട്. നാസർ വളരെ നല്ലൊരു മനുഷ്യനാണെന്നും എപ്പോഴും ഗ്രാമത്തിലുള്ളവർക്ക് അവൻ സഹായം ചെയ്യാറുണ്ട് എന്നും മരീക്കയിൽ നിന്നും അന്ന തിരിച്ചറിഞ്ഞു. അടുത്ത ദിവസം പുറത്തുപോയി ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് അന്ന തിരികെ നാസറിന്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ കണ്ടത് സ്ലാക്ക അവിടെ അവളുടെ പെട്ടിയൊക്കെ പരിശോധിച്ച് സാധനങ്ങളൊക്കെ എടുക്കുന്നതാണ്. അന്നയ്ക്ക് നല്ല ദേഷ്യം വന്നു. സ്ലാക്കയാണെങ്കിൽ ഒരു സോറി പോലും പറയുന്നുമില്ല. അവർ തമ്മിൽ വലിയ വാക്കുതർക്കം തന്നെ ഉണ്ടായി. വാക്കുതർക്കത്തിനിടയിൽ അന്ന ഒരു വഴിവിട്ട പെണ്ണാണെന്നും അവളുടെ വസ്ത്രങ്ങളും അത്തരത്തിലുള്ളതാണ് എന്നൊക്കെ സ്ലാക്ക പറയുന്നുണ്ടായിരുന്നു. അവർ തമ്മിൽ ഒച്ചപ്പാടും ബഹളവും പിടിവലിയുമൊക്കെ ആയ സമയത്താണ് നാസർ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. നാസർ വന്നതും പ്രശ്നമൊന്നും നിർത്തി ഇരുവരും മാറി നിന്നു. എന്താ കാര്യമെന്ന് നാസർ ചോദിച്ചു. അന്ന പറഞ്ഞു, താൻ വന്നപ്പോ സ്ലാക്ക തന്റെ ബാഗും മറ്റും പരിശോധിച്ച് അതിൽ നിന്ന് വസ്തുക്കൾ എടുക്കുകയായിരുന്നു. അവളൊരു സോറി പോലും പറഞ്ഞില്ല. മാത്രമല്ല എന്റെ വസ്ത്രധാരണത്തെയൊക്കെ വല്ലാതെ അപമാനിച്ച് സംസാരിക്കുകയും ചെയ്തു. എല്ലാം കൊണ്ടും നാസറിന് മതിയായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോവാതിരിക്കാൻ അന്നയ്ക്കടുത്ത് നാസർ ഇവിടെ നിന്ന് പൊക്കോളാൻ പറഞ്ഞു. അവളുടെ റീഫണ്ട് താൻ തന്നേക്കാമെന്നും അറിയിച്ചു. നാസറിന്റെ ആ റിയാക്ഷൻ അന്നയുടെ മനസ്സ് തകർത്തിരുന്നു. ഏറ്റവും ചുരുങ്ങിയത് നാസർ തന്റെ പക്ഷത്ത് നിൽക്കും എന്നെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതൊന്നും തന്നെ സംഭവിച്ചില്ല. അന്ന അന്ന് വീട് വിട്ടിറങ്ങിപ്പോയി. കുറച്ചു സമയം പിന്നിട്ടപ്പോ മരീക്ക അങ്ങോട്ടേക്ക് വന്നു. അന്ന എവിടെയെന്ന് തിരക്കി. അന്ന കുറച്ചു മുമ്പ് പോയി, താൻ ഇറക്കി വിട്ടു എന്ന് നാസർ പറഞ്ഞതും മരീക്ക നാസറിനോട് ദേഷ്യപ്പെട്ടു. ഈ വൈകുന്നേരത്തിലാണോ ഒരു പെണ്ണിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നത്? നിനക്കൊക്കെ മനുഷ്യത്വമുണ്ടോടോ എന്ന് ചോദിച്ച് മരീക്ക നാസറിനോട് വല്ലാതെ ദേഷ്യപ്പെട്ടു. അവൾക്ക് പരിചയമില്ലാത്ത ഇടമാണ്, എന്തെങ്കിലും അപകടം പറ്റിയാലോ എന്നൊക്കെ മരീക്കക്ക് ആശങ്കയുണ്ടായിരുന്നു. സമയം രാത്രിയായി കഴിഞ്ഞിരുന്നു. മുമ്പോട്ടേക്ക് പോയി അന്ന ഒരു കാടിനുള്ളിൽ പെട്ടു. കുറുക്കന്റെ കൂവലും മറ്റും കേൾക്കുന്നുണ്ട്. അവൾ വല്ലാതെ ഭയപ്പെട്ടു നിന്നു. അവളങ്ങനെ നിൽക്കുമ്പോ അധികം വൈകാതെ അങ്ങോട്ടേക്ക് നാസർ വന്നെത്തുകയാണ്. മരീക്കയുടെ ശകാരം കേട്ട് അന്നയെ അന്വേഷിച്ചിറങ്ങിയതായിരുന്നു അവൻ. നാസറിനെ കണ്ടതും അന്നയ്ക്ക് വല്ലാത്ത ആശ്വാസം തോന്നി. ഓടിപ്പോയി നാസറെ അന്ന കെട്ടിപ്പിടിച്ചു. അന്നയ്ക്ക് വല്ലാതെ വിശക്കുന്നുണ്ടായിരുന്നു. ക്യാമ്പ് സെറ്റപ്പ് ഒക്കെയായി അങ്ങോട്ടേക്ക് എത്തിയ നാസർ അവിടെ ക്യാമ്പ് അടിക്കാമെന്ന് പറഞ്ഞു. പിന്നാലെ മരീക്ക കൊടുത്തുവിട്ട ഭക്ഷണം കഴിച്ച് അവർ അവിടെ തുടരാൻ തുടങ്ങി. അന്നയ്ക്ക് വല്ലാത്ത ആശ്വാസം തോന്നുന്നുണ്ടായിരുന്നു. എങ്ങനെ എന്നെ കണ്ടെത്തി എന്ന് അന്ന ചോദിച്ചു. നാസർ ഒരു പട്ടാളക്കാരനാണല്ലോ. സാധാരണ ഒരാളെ ട്രാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന രീതി തന്നെയായിരുന്നു നാസർ അവിടെയും പിന്തുടർന്നത്. ഒരാൾ പോകുന്ന വഴിയിലെ കാൽപ്പാടുകൾ നോക്കുക, കളഞ്ഞിട്ട് പോകുന്ന വസ്തുക്കൾ കൃത്യമായി അനലൈസ് ചെയ്ത് അവർ പോയിരിക്കുക ഈ വഴിയിലാണ് എന്ന് തിരിച്ചറിയുക. നാസറൊക്കെ വിശദീകരിച്ചു. അന്നയ്ക്ക് ചെറിയ സന്തോഷം തോന്നാതിരുന്നില്ല. പിന്നാലെ സ്ലാക്കയുമായി വഴക്കുണ്ടാക്കിയതിനും വീട്ടിലൊരു പ്രശ്നമുണ്ടാക്കിയതിനും അന്ന നാസറിനോട് ക്ഷമ ചോദിച്ചു. ആ സമയം നാസർ അന്നയോടും ക്ഷമ ചോദിച്ചു. ന്യായം നിന്റെ ഭാഗത്താണെന്നറിയാമെന്നും പക്ഷേ ആ സമയം നിന്റെ കൂടെ നിന്ന് സ്ലാക്കയ്ക്കെതിരെ പറയാതിരുന്നതിനും ക്ഷമിക്കണമെന്ന് നാസർ ആവശ്യപ്പെട്ടു. പരസ്പരമുള്ള ക്ഷമ പറച്ചിലും ആ തുറന്നുള്ള സംസാരവും കൂടുതൽ ഓപ്പണപ്പാവാൻ അന്നയെ പ്രേരിപ്പിച്ചു. കുട്ടിക്കാലം മുതൽ താൻ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ടെന്നും ജീവിതത്തിൽ സക്സസ്ഫുൾ ആയ ഒരു വുമണായി മാറണം എന്നതായിരുന്നു തന്റെ ഉദ്ദേശമെന്നും ഒരു വെക്കേഷന് എപ്പോഴും താൻ ആഗ്രഹിച്ചിരുന്നെങ്കിലും ഒരിക്കൽ പോലും തനിക്കിതിന് സാധിച്ചിട്ടില്ല എന്നും അവൾ നാസറിനോട് പറഞ്ഞു. എല്ലാം ഒന്ന് സെറ്റായതായിരുന്നു. ഒടുവിൽ എന്റെ മികച്ച വെക്കേഷന് ഞാൻ പുറപ്പെട്ടതുമാണ്. പക്ഷെ എന്റെ അസിസ്റ്റന്റ് ഒക്കെ കുളമാക്കി. ഞാൻ ദേ ഇവിടെ ഇരിക്കുന്നു. നാസറുടൻ പറഞ്ഞു. എന്തിനാണ് വെക്കേഷൻ നശിച്ചുപോയെന്ന് കരുതുന്നത്? ഈ വില്ലേജ് എക്സ്പ്ലോർ ചെയ്ത് ഇതിന്റെ സന്തോഷം അനുഭവിച്ച് വെക്കേഷൻ ആക്കിക്കൂടെ? അന്നയും പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. അന്ന അവശതയായിട്ടുണ്ട് എന്ന് കണ്ട് നാസർ അവളോട് റെസ്റ്റ് എടുത്തോളാൻ പറഞ്ഞു.
അടുത്ത ദിവസം മുതൽ അന്നയെയും കൂട്ടിക്കൊണ്ട് നാസർ വില്ലേജ് ചുറ്റിക്കാണിക്കാൻ തുടങ്ങി. ഈ യാത്രയിൽ അവരൊരുപാട് ഇടപഴകുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പതിയെ പതിയെ അവർക്കിടയിൽ ഒരു അടുപ്പം ഉടലെടുത്തു. ആ യാത്രക്കിടയിൽ തന്റെ ഫാമിലിയുടെ സ്വത്തായ ഒരു ചീസ് ഫാക്ടറിയിലേക്കും നാസർ അവളെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെച്ച് നാസർ അവളോട് സംസാരിച്ചു. തലമുറകളോളം എന്റെ കുടുംബത്തിന് ചീസ് ഉണ്ടാക്കലായിരുന്നു പ്രധാന തൊഴിൽ. അച്ഛനും മുത്തച്ഛനുമൊപ്പം കുട്ടിയായിരുന്ന കാലത്ത് താൻ ഇവിടെ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. അവരുടെ സീക്രട്ട് റെസിപ്പിയൊക്കെ എനിക്കറിയാം. എന്നെങ്കിലും ഈ ചീസ് ഫാക്ടറി തുറന്ന് അച്ഛനൊക്കെ ഉണ്ടാക്കിയിരുന്ന അതേ ക്വാളിറ്റിയിൽ ചീസ് ഉണ്ടാക്കി വിതരണം ചെയ്യണം എന്നാണ് എന്റെ ആഗ്രഹം. നാസർ മനസ്സുകൊണ്ടെത്ര നിഷ്കളങ്കനാണ് എന്ന് പൂർണ്ണമായും അന്ന തിരിച്ചറിയുകയായിരുന്നു. വൈകാതെ ഗ്രാമത്തിൽ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടായിരുന്നു. അന്നയെയും കൂട്ടിക്കൊണ്ട് നാസർ അങ്ങോട്ടേക്ക് പോയി. 100 വർഷത്തോളം പാരമ്പര്യമുള്ള ആഘോഷമാണ് ആ നടക്കുന്നത്. പരമ്പരാഗതമായ കുറെ രീതികൾ ആ ആഘോഷ പരിപാടികൾക്കുണ്ട്. പരമ്പരാഗത വേഷധാരിയായിട്ടായിരുന്നു അന്ന ഉണ്ടായിരുന്നത്. നാസറും കൂടെ തന്നെയുണ്ട്. അത് കണ്ട സ്ലാക്കയ്ക്ക് വല്ലാത്ത അസൂയയും കുശുമ്പും തോന്നി. അവർ തമ്മിലുള്ള അടുപ്പം അങ്ങനെ വർദ്ധിക്കുന്നതും അവളെ അസ്വസ്ഥപ്പെടുത്തിയിരുന്നു. അന്നവരൊന്നിച്ച് ആ ഒരു പരിപാടിയിൽ പങ്കെടുത്തു നിൽക്കെ നാസർ അന്നയോട് മനസ്സ് തുറക്കാൻ തുടങ്ങിയതായിരുന്നു. പെട്ടെന്നായിരുന്നു സ്ലാക്ക ഇടപെട്ടത്. പരമ്പരാഗതമായി അവിടെ നടക്കുന്ന ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ സ്ലാക്ക വന്ന അന്നയെ കൂട്ടിക്കൊണ്ടുപോയി. വിവാഹം കഴിക്കാൻ ആഗ്രഹമുള്ള പെൺകുട്ടികൾ ചെയ്യുന്ന ഒരു തരം ചടങ്ങായിരുന്നു അത്. അങ്ങനെ ചടങ്ങുകൾക്ക് ശേഷം നാസറും അന്നയും വീണ്ടും അടുത്തടുത്ത് വന്നു. നാസർ അന്നയെ ചുംബിക്കാൻ വേണ്ടി അടുത്തടുത്ത് പോലും എത്തി. ഈ സമയം പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഐന വന്നെത്തുകയായിരുന്നു. CEO ആയ ഐന അന്നയെ അവിടെ കണ്ട് പ്രോജക്റ്റിനെ പറ്റിയൊക്കെ വലിയ വായിൽ സംസാരിക്കാൻ തുടങ്ങി. അതൊക്കെ കേട്ടതും നാസർ ഒരു നിമിഷം വല്ലാതായി പോയിരുന്നു. അന്ന പറഞ്ഞ പോലെ എക്കോ ടൂറിസം ഡെവലപ്മെന്റ് ഒന്നുമല്ല, വലിയൊരു റിസോർട്ട് പ്രൊജക്റ്റാണ് വരുന്നത് എന്ന് നാസർ തിരിച്ചറിഞ്ഞു. തന്നെയും നാട്ടുകാരെയും അന്ന കബളിപ്പിക്കുകയായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ നാസറിന് അത് വല്ലാത്തൊരു മാനസികാഘാതം ഉണ്ടാക്കി. അന്ന നാസറിനോടൊക്കെ വിശദീകരിക്കാൻ തുടങ്ങിയപ്പോഴേക്കും നാസർ ചിന്തിച്ചത് മുഴുവൻ നാട്ടുകാരെ പറ്റിച്ച് അന്ന സൈൻ വാങ്ങിയതൊക്കെയായിരുന്നു. നാസർ അവിടെ നിന്ന് പോവാൻ ആരംഭിച്ചു. അന്ന നാസറിനോട് ഒക്കെ വിശദീകരിക്കാനും ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് അന്നയുടെ കാമുകൻ ബൗഡൻ വന്നെത്തുന്നത്. വില്ലേജിലേക്കെത്താൻ ഒരുപാട് പ്രതിസന്ധികൾ താണ്ടിയായിരുന്നു അവന്റെ വരവ്. അന്നയ്ക്ക് അങ്ങനൊരു കാമുകൻ കൂടി ഉണ്ടായിരുന്നു എന്ന കാര്യം കൂടി മനസ്സിലായതും നാസറാകെ തകർന്നുപോയി. അന്ന അവിടെ നിന്നും നാട്ടിലേക്ക് തിരികെ പോവുകയാണ്. നാസറിന്റെയും വെക്കേഷൻ അവസാനിച്ചിരുന്നു. എല്ലാത്തിൽ നിന്നും ഒരു ആശ്വാസം കിട്ടാൻ അന്നയെ മറക്കുവാൻ അവൻ വീണ്ടും മിലിറ്ററിയിലേക്ക് പോയി. മറുവശത്ത് അന്നയാകട്ടെ തന്റെ തെറ്റുകൾ തിരുത്താൻ തീരുമാനിച്ചിരുന്നു. ഇൻവെസ്റ്ററുമായി അന്ന കാര്യമായി സംസാരിച്ചു. ആ വില്ലേജിന് അനുയോജ്യമായത് എക്കോ ടൂറിസം പദ്ധതിയാണെന്നും അതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും എന്ന കാര്യവുമൊക്കെ അദ്ദേഹത്തോട് സംസാരിച്ച് അന്ന അദ്ദേഹത്തെ കൺവിൻസ് ചെയ്യിപ്പിച്ചു. അങ്ങനെ ലക്ഷറി റിസോർട്ടിന്റെ പ്രൊജക്ട് വിട്ട് എക്കോ ടൂറിസം പദ്ധതിയിലേക്ക് അദ്ദേഹം മാറി. പിന്നീട് കുറച്ച് മാസങ്ങൾക്ക് ശേഷം അടുത്ത വെക്കേഷന് മിലിറ്ററി സർവീസിൽ നിന്നും നാസർ ഗ്രാമത്തിലേക്ക് എത്തുകയാണ്. അവിടെ അന്നയെ കണ്ട് നാസർ അതിശയപ്പെട്ടു. നാസറിന്റെ പഴയ ചീസ് ഫാക്ടറി വീണ്ടും പ്രവർത്തന സജ്ജമാക്കാൻ അന്ന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്ന അന്ന് നാസറുമായി സംസാരിച്ചു. തന്റെ തെറ്റുകൾ തിരുത്താനാണ് ഞാൻ ഈ വില്ലേജിലേക്ക് വന്നതെന്നും എക്കോ ടൂറിസം പദ്ധതിയുടെ കാര്യങ്ങൾ ഓക്കെ ആയിട്ടുണ്ടെന്നും ഈ വില്ലേജിന്റെ ഫ്യൂച്ചറിന് വേണ്ടി തനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെന്നും അന്ന അവനോട് പറഞ്ഞു. കൂട്ടത്തിൽ തന്റെ കാമുകനുമായി താൻ ബ്രേക്കപ്പ് ആയെന്നും നാസറിന്റെ ചീസ് ഫാക്ടറിയിലടക്കം ഇൻവെസ്റ്റ് ചെയ്യാൻ ഇൻവെസ്റ്റേഴ്സ് സമ്മതിച്ചിട്ടുണ്ട് എന്നും അന്നയെ അറിയിച്ചു. പിന്നാലെ അന്ന നാസറിന്റെ മുമ്പിൽ നിന്നും മാറിപ്പോവാൻ ആരംഭിച്ചു. അവൾക്ക് പഴയ കാര്യങ്ങളിൽ വലിയ ദുഃഖമുണ്ടായിരുന്നു. നാസർ അവളുടെ കൈപിടിച്ച് അവിടെ നിർത്തി. പിന്നാലെ അത്രനാളും മനസ്സിലൊളിപ്പിച്ചിരുന്ന അവളോടുള്ള ആ ഇഷ്ടം വെളിപ്പെടുത്തി. അവിടെ നിന്നും പോയിട്ടും അന്നയെ മറക്കാൻ തനിക്ക് പറ്റിയിരുന്നില്ല എന്ന് നാസർ പറഞ്ഞു. അവരിരുവരും ഒന്നിക്കുന്ന ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ഒരു ഫീൽ ഗുഡ് ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.